त्वं हि ब्रह्मैव साक्षात् परमुरुमहिमन्नक्षराणामकार तारो मन्त्रेषु राज्ञां मनुरसि मुनिषु त्वं भृगुर्नारदोऽपि प्रह्लादो दानवानां पशुषु च सुरभि पक्षिणां वैनदेयो नागानामस्य नन्द सुरसरिदपि च स्रोतशां विश्वमूर्ते ब्रह्मण्यानां बलित्वं क्रतुषु च जपयज्ञोऽसि वीरेषु पार्थो भक्तानामुत्थवत्वं बलमसि बलिनां धाम तेजस्विनां त्वं नास्त्यन्तत्वद्विभूते विकसदतिशयं वस्तु सर्वं त्वमेव त्वं जीवत्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे. ശ്രീമദ് നാരായണീയം 96-ാം ദശകം ഭഗവത് വിഭൂതികളും ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളും. ശ്ലോകം 1. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരം ഉരു മഹിമൻ അക്ഷരാണാമകാര താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർ നാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി പക്ഷിണാം വൈനദേയോ നാഗാനാമസ്യനന്ദ സുരസരിതബി ച സ്രോതസാം വിശ്വമൂർത്തെ. ഒരു മഹിമൻ ശ്രേഷ്ഠമായ മഹിമയോട് കൂടിയവനെ, വിശ്വമൂർത്തെ വിശ്വം സ്വരൂപമായിട്ടുള്ളവനെ, ത്വം സാക്ഷാത് പരം ബ്രഹ്മ ഏവഹി നീ കണ്ടറിയാനാകുന്ന പരബ്രഹ്മം തന്നെയാണ്. ത്വം അക്ഷരാണാം അകാര നീ അക്ഷരങ്ങളിൽ അകാരമാകുന്നു. മന്ത്രേഷു താര മന്ത്രങ്ങളിൽ താരകമന്ത്രം അല്ലെങ്കിൽ പ്രണവമാകുന്നു. രാജ്ഞാ മനു രാജാക്കന്മാരിൽ മനു ആകുന്നു. മുനിഷു ഭൃഗു നാരദാപി മുനിമാരിൽ ഭൃഗുവും നാരദനുമാകുന്നു. ദാനവാനാ പ്രഹ്ലാദ ദാനവന്മാരിൽ പ്രഹ്ലാദനും. പശുഷു സുരഭി പശുക്കളിൽ സുരഭിയും. പക്ഷിണാം വൈനദേയ പക്ഷികളിൽ ഗരുഡനും. നാഗാനാം അനന്ത അസി നാഗങ്ങളിൽ അനന്തനുമാകുന്നു. അഭിച്ച പിന്നെയും സ്രോതസാം സുരസരി സ്രോതസ്സുകളിൽ നദികളിൽ ദേവഗംഗ ആകുന്നു. ബ്രഹ്മതത്വം മാംസചക്ഷുസ്സുകൊണ്ട് കണ്ടറിയാനാകത്തക്കവണ്ണം ഗുരുവായൂരിൽ പ്രകാശിക്കുന്നതായി വർണ്ണിച്ചുകൊണ്ടാണ് നാരായണീയം ആരംഭിക്കുന്നത്. സർവശ്രേഷ്ഠമായ ആ മാഹാത്മ്യത്തെ ഒരു മഹിമൻ എന്ന സംബോധന കൊണ്ട് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് വിശ്വമൂർത്തെ എന്നൊരു സംബോധനയും ഉണ്ട്. വിശ്വം തന്നെ മൂർത്തിയായവൻ. ഈ പ്രപഞ്ചമാണ് ഭഗവാന്റെ രൂപം. പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഭഗവാന്റെ വിഭൂതികളാണ്. 1-ാം ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നു. തുടർന്ന് ഭഗവാന്റെ മാഹാത്മ്യം കുറിക്കാനായിട്ട് ഏതാനും ആലങ്കാരിക പ്രയോഗങ്ങളാണ് നടത്തുന്നത്. അക്ഷരങ്ങളിൽ വെച്ച് നീ അകാരമാകുന്നു. എല്ലാ അക്ഷരങ്ങൾക്കും ആധാരഭൂതമായ അകാരത്തെ സർവശ്രേഷ്ഠമായി പറയുന്നു. ഭഗവത്ഗീതയിൽ അക്ഷരാണാം അകാരോസ്മി എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട്. മന്ത്രങ്ങളിൽ നീ പ്രണവമാകുന്നു. പ്രണവം എന്നത് ഓങ്കാരമാണ്. ആ മന്ത്രത്തെ ഭഗവത് സ്വരൂപമായിട്ട് ഇവിടെ വണങ്ങുന്നു. രാജാക്കന്മാർ പലരുണ്ട്. അവരുടെയൊക്കെ അധികാരസീമ വളരെ ചെറുതാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ സ്വയംഭോമനു ഭൂമണ്ഡലത്തിന് മുഴുവൻ അധിരാജനാണ്. അതിനാൽ ഭഗവാനെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ മനുവായി ഇവിടെ അവതരിപ്പിക്കുന്നു. മഹർഷിമാരെ ബ്രഹ്മർഷിമാരെന്നും ദേവർഷിമാരെന്നും രണ്ടായിട്ട് വിഭജിക്കാം. ബ്രഹ്മദേവന്റെ പുത്രനായ ഭൃഗു മഹർഷി ബ്രഹ്മർഷികളിൽ ശ്രേഷ്ഠനാണ്. ദേവർഷിമാരുടെ കൂട്ടത്തിൽ നാരദൻ സർവശ്രേഷ്ഠനാണ്. അപ്പോൾ മഹർഷിമാരെ മൊത്തത്തിൽ പരിഗണിച്ചിട്ടാണ് ശ്രേഷ്ഠനായ ഭൃഗുവിനെയും നാരദനെയും ഭഗവാനായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. പശു ശബ്ദം ജീവികളെ മൊത്തത്തിൽ കുറിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പാല് തരുന്ന ധേനു എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാം. രണ്ടിൽ ഏതർത്ഥം സ്വീകരിച്ചാലും
കാമധേനുവായ സുരഭി പശുക്കളിൽ ശ്രേഷ്ഠയായതുകൊണ്ട് ഭഗവത് രൂപമായി ഇവിടെ വിവരിച്ചിരിക്കുന്നു. ധനുവിൻ്റെ പുത്രന്മാരാണ് ദാനവർ. പൊതുവെ ദേവശത്രുക്കളായും അധർമ്മികളായും ദാനവരെ പുരാണങ്ങൾ ചിത്രീകരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ വിഷ്ണുഭക്തനും ധർമ്മിഷ്ഠനുമായിരുന്നു. ഭാഗവതോത്തംസമായ പ്രഹ്ലാദനെ ഇവിടെ ഭഗവത് രൂപമായിട്ട് പറയുന്നു. ഗരുഡൻ പക്ഷികളുടെ രാജാവാണ്. ഒറ്റയ്ക്ക് ദേവന്മാരെ തോൽപ്പിച്ച് അമൃതം കൈക്കലാക്കിയ സുബർണനെ തൻ്റെ വാഹനവും കൊടി അടയാളവുമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. ആ ഗരുഡനെ ഇവിടെ ഭഗവാനായിട്ട് അവതരിപ്പിക്കുന്നു. സർപ്പങ്ങളുടെ രാജാവാണ് അനന്തൻ. അന്തമില്ലാത്ത ശരീരവ്യാപ്തിയുള്ള ആദിശേഷ രൂപനായ അനന്തൻ്റെ സഹസ്രശിരസ്സുകളിൽ ഒന്നിൽ ഒരു കടുകുമണി പോലെയാണ് ഭൂമി പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അഖില ബ്രഹ്മാണ്ഡങ്ങളും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു അനന്തൻ എന്ന കിടക്കയിലെയാണ് ആധാരമാക്കുന്നത്. അങ്ങനെയുള്ള അനന്തനെ ഭഗവാനായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ജീവികൾക്കെല്ലാം ജീവനമാണ് ജലം. അത് ചെറുതും വലുതുമായ നിരവധി ഉറവകളിലൂടെ പുറത്തു വന്ന് തോടുകളും നദികളുമായി ഒഴുകി ഭൂമിക്ക് ചൈതന്യം നൽകുന്നു. അവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഗംഗ തന്നെയാണ്. ഗംഗാനദി ഭൂമിയിലും സ്വർലോകത്തുമുള്ളതിൽ സ്വർഗഗംഗയ്ക്ക് മേന്മ കൂടുന്നു. അപ്പം സർവപാപഹരയായ ഗംഗയാണ് ഭഗവാനായിട്ട് ഇവിടെ വിവരിക്കുന്നത്. ശ്ലോകം 2. ബ്രഹ്മണ്യാനാം ബലിത്വം ക്രതുഷുച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാം ഉദ്ധവത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്ത ത്വദ്വിഭൂതേർ വികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവത്വം പ്രധാനം യദിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ബ്രഹ്മണ്യാനാം ബ്രാഹ്മണ ഭക്തന്മാരിൽ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളിൽ ത്വം ബലി നീ മഹാബലിയാകുന്നു അല്ലെങ്കിൽ ബലരാമനാകുന്നു. ക്രതുഷു ജപയജ്ഞ ക്രതുക്കളിൽ അല്ലെങ്കിൽ യജ്ഞങ്ങളിൽ നീ ജപയജ്ഞമാണ്. വീരേഷു വീരന്മാരിൽ പാർത്ഥാഭി നീ പാർത്ഥനും ആകുന്നു. ഭക്താനാം ഉദ്ധവ ഭക്തന്മാരിൽ ഉദ്ധവനാകുന്നു. ബലിനാം ബലം ബലമുള്ളവരിൽ ബലവും ത്വം അസി നീ ആകുന്നു. തേജസ്വിനാം ധാമ തേജസ്സുകളിൽ തേജസ്സും അസി നീ ആകുന്നു. ത്വദ്വിഭൂതേ അന്ത നാസ്തി നിന്റെ വിഭൂതികൾക്ക് അവസാനം ഇല്ല ഭവിക്കുന്നില്ല. വികസദതിശയം വ്യക്തമായ ഉത്കർഷത്തോടു കൂടിയ സർവം വസ്തു എല്ലാ വസ്തുക്കളും ത്വം ഏവ നീ തന്നെ ആകുന്നു. ജീവൻ അല്ലെങ്കിൽ പുരുഷനാകുന്നു. ത്വം നീ പ്രധാനം പ്രകൃതിയും നീയാകുന്നു. ഇഹ പ്രപഞ്ച ഈ പ്രപഞ്ചത്തിൽ ഭവധൃതേ നിന്നെ കൂടാതെ യത് തത് കിഞ്ചിത് ഒന്നും ഏതൊന്നുണ്ടോ അത് അല്പവും ഇല്ല തന്നെ. ബ്രഹ്മണ്യരിൽ ബലി ഭഗവാനാണ്. മഹാബലി എന്ന് വ്യാഖ്യാനിക്കാം. ബ്രഹ്മണ്യ ശബ്ദത്തിന് ബ്രഹ്മജ്ഞാനി എന്നും അർത്ഥമുണ്ട്. ഏതർത്ഥം സ്വീകരിച്ചാലും അസുരരാജാവായ ബലിയുമായിട്ട് ഘടിപ്പിക്കാം. മഹാബലി ബ്രഹ്മജ്ഞാനിയും ധർമ്മിഷ്ഠനുമായിരുന്നു. ബലി ശബ്ദം ആദിശേഷൻ്റെ അവതാരമായ ബലരാമനെ കുറിക്കാനും പറയാറുണ്ട്. ബലരാമൻ ബ്രഹ്മജ്ഞനായിരുന്നു. അപ്പോൾ ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ച് മഹാബലിയാണ് നീ എന്നോ ബ്രഹ്മജ്ഞാനികളുടെ കൂട്ടത്തിൽ നീ ബലഭദ്രനാണെന്നോ വ്യാഖ്യാനിക്കാം. രണ്ടും യുക്തം തന്നെയാണ്. ക്രതുക്കളിൽ വെച്ച് ശ്രേഷ്ഠമാകിയാൽ ജപയജ്ഞത്തെ ഭഗവാനായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റു യാഗങ്ങൾക്ക് മറ്റാളുകളുടെ സഹായ സാന്നിധ്യങ്ങൾ ആവശ്യമാണ്. ധാരാളം ഉപകരണങ്ങൾ, ധനം തുടങ്ങിയവ വേണം. എവിടെയെങ്കിലും അശ്രദ്ധ കൊണ്ടോ അജ്ഞത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ തെറ്റുപറ്റിയാൽ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുകയില്ല, വിപരീതമായിരിക്കുകയും ചെയ്യും. ജപയജ്ഞത്തിന് സഹായികളും ധനവും ഉപാധികളും ഒന്നും തന്നെ വേണ്ട. ഭഗവൻ നാമങ്ങളോ മന്ത്രങ്ങളോ ഉച്ചരിക്കുമ്പോൾ മുൻപ് ചെയ്തു പോയ പാപങ്ങൾ സൂര്യപ്രകാശത്തിൽ ഇരുട്ടെന്ന പോലെ നശിക്കുന്നു. ഇക്കാരണത്താൽ ഭഗവാനെ യജ്ഞങ്ങളിൽ ജപയജ്ഞമായിട്ട് അവതരിപ്പിക്കുന്നു. പുരാണ ഇതിഹാസങ്ങളിലൂടെ നാം പരിചയപ്പെടുന്ന വീരന്മാരിൽ ശ്രീരാമചന്ദ്രൻ, ശ്രീ ഹനുമാൻ, ശ്രീ പരമേശ്വരൻ എന്നിവരാണ് വീര്യം കൊണ്ട് മുഖ്യർ. ദ്വാപര യുഗത്തിൽ ജീവിച്ചിരുന്ന വീരന്മാരിൽ ശ്രീകൃഷ്ണൻ ഒഴികെയുള്ളവരിൽ വീരൻ അർജുനൻ തന്നെയാണ്. അതുകൊണ്ട് വീരന്മാരിൽ അർജുനൻ്റെ സ്ഥാനത്ത് ഭഗവാനെ വർണ്ണിക്കുന്നു. അതുപോലെ ഭക്തന്മാർ നിരവധി ഉണ്ടെങ്കിലും ഉദ്ധവനെ ഭക്തിയുടെ മാതൃകയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ബലമുള്ളവരിൽ ബലമായും തേജസ്സുകളിൽ തേജസ്സായും വ്യാപരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ എണ്ണി പറയേണ്ടതില്ല. ഭഗവാന്റെ വിഭൂതികൾക്ക് അന്തമില്ല. അന്തമില്ലാത്തതിനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യവുമില്ല. അസാധാരണമായ ഉത്കർഷം എവിടെ കണ്ടാലും അതെല്ലാം ഭഗവത് വിഭൂതിയാണെന്ന് നമ്മൾ കണ്ടറിയണം.